മനുഷ്യ ചരിത്രത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച നിരവധി യുദ്ധങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വെറുമൊരു സൈനിക വിജയത്തിനുപരിയായി ദൈവത്തിന്റെ വിരൽ പതിഞ്ഞ ഒരു പോരാട്ടമായി ചരിത്രകാരന്മാരും വിശ്വാസികളും ഒരുപോലെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് 1571 ഒക്ടോബർ 7 നടന്ന ലെപ്പാൻഡോ യുദ്ധം. അത് കേവലം രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നില്ല, മറിച്ച് അത് ക്രൈസ്തവ നാഗരികതയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നു. അത്യാധുനിക യുദ്ധക്കപ്പലുകളും ആയുധങ്ങളും അണിനിരന്ന ആ സമുദ്രപ്പരപ്പിൽ ലോകം കണ്ട ഏറ്റവും വലിയ നാവിക യുദ്ധങ്ങളിലൊന്ന് നടന്നപ്പോൾ അവിടെ വിജയം നിർണയിച്ചത് പീരങ്കികളായിരുന്നില്ല, മറിച്ച് വിശ്വാസികൾ ഒരേ സ്വരത്തിൽ ചൊല്ലിയ ജപമാല മണികളായിരുന്നു. ഈ പോരാട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: മനുഷ്യ സാധ്യമായതെല്ലാം അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നു. പതിനാറാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ തുർക്കികൾ തങ്ങളുടെ സാമ്രാജ്യം യൂറോപ്പിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. മെഡിറ്ററേനിയൻ കടൽ പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കുവാനും റോമിനെ കീഴടക്കുവാനും അവർ ലക്ഷ്യമിട്ടു. വെനീസിന്റെ അധീനതയിലായിരുന്ന സൈപ്രസ് ദ്വീപ് ഓട്ടോമൻ സേന പിടിച്ചെടുത്തതോടെ യൂറോപ്പ് വലിയൊരു ഭീഷണിയുടെ നിഴലിലായി. ക്രൈസ്തവ രാജ്യങ്ങൾക്കിടയിൽ ആഭ്യന്തര കലഹങ്ങളും രാഷ്ട്രീയ താൽപര്യങ്ങളും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ അവരെയെല്ലാം ഒന്നിപ്പിക്കുക എന്നത് അസാധ്യമായ ഒന്നായിരുന്നു. എന്നാൽ അന്ന് മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പിയൂസ് അഞ്ചാമൻ ഈ ഭീഷണി രാഷ്ട്രീയമായ ഒന്നല്ല, മറിച്ച് ആത്മീയമായ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം സ്പെയിൻ, വെനീസ്, ജനോവ തുടങ്ങിയ രാജ്യങ്ങളെയും വിവിധ ക്രൈസ്തവ സഭകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഹോളി ലീഗ് എന്ന പേരിൽ ഒരു സൈനിക സഖ്യം രൂപീകരിച്ചു. സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവിന്റെ അർദ്ധ സഹോദരനായ ഡോൺ ജുവാൻ ഡി ഓസ്ട്രിയെ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായി നിയമിച്ചു. പക്ഷേ സൈനിക ബലത്തിൽ ഓട്ടോമൻ സേന ക്രൈസ്തവ സഖ്യത്തെക്കാൾ വളരെ മുകളിലായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്ന 16-17 നൂറ്റാണ്ടുകളിൽ അവരുടെ സൈനികരുടെ എണ്ണം ഏകദേശം 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെയായിരുന്നു. ജാനിസറികൾ, സിപ്പാഹികൾ, അഗിഞ്ചി, നാവികസേന, അങ്ങനെ അവരെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ പാകിയ ഒസ്മാൻ ഒന്നാമൻ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ബൈസന്റൈൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ, സുലൈമാൻ ദി മഗ്നിഫിഷ്യൻ തുടങ്ങി ലോകം കണ്ട ഏറ്റവും ശക്തരായ ഭരണാധികാരികൾ ഓട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ കരുത്തായിരുന്നു. യുദ്ധക്കളത്തിൽ സൈനികർക്ക് ആവേശം നൽകാനും ശത്രുക്കളെ ഭയപ്പെടുത്തുവാനും ലോകത്ത് ആദ്യമായി സൈനിക ബാൻഡ് രൂപീകരിച്ചതു മുതൽ യുദ്ധത്തിൽ ആദ്യമായി പീരങ്കികൾ ഉപയോഗിച്ചതുവരെ ഓട്ടോമൻ സേനയായിരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഓട്ടോമൻ നാവികസേനയിൽ 10,000-കണക്കിന് നാവികരും സൈനികരുമാണ് അന്നുണ്ടായിരുന്നത്. ഈ മഹാസൈന്യത്തെയാണ് 4-5 മണിക്കൂറിനുള്ളിൽ ലോകത്തിന്റെ കണ്ണിൽ അശക്തരായിരുന്ന സൈന്യം തുടച്ചു നീക്കിയത്.
പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പിയൂസ് അഞ്ചാമൻ പാപ്പ ലോകത്തോട് ആവശ്യപ്പെട്ടത് ആയുധമെടുക്കാനല്ല, മറിച്ച് ജപമാല കൈകളിലെടുക്കാനാണ്. റോമിലെ പള്ളികളെല്ലാം പ്രാർത്ഥനയ്ക്കായി തുറന്നിട്ടു. കപ്പലിലെ സൈനികരും കരയിലുള്ള സാധാരണക്കാരും മുട്ടിലിരുന്ന് ദൈവമാതാവിനോട് മാധ്യസ്ഥം തേടി. വിശുദ്ധ കുരിശന്റെ സൈനികർ തങ്ങളുടെ പീരങ്കികളെക്കാൾ കൂടുതൽ ആശ്രയിച്ചത് തങ്ങളുടെ പോക്കറ്റിലെ ജപമാലയായിരുന്നു. ജപമാല എന്നത് വെറുമൊരു പ്രാർത്ഥനയല്ല, മറിച്ചത് ക്രിസ്തുവിന്റെ ജീവിത രഹസ്യങ്ങളിലേക്കുള്ള തീർത്ഥാടനമാണ്. മറിയത്തിലൂടെ ഈശോയിലേക്ക് എന്നതായിരുന്നു അവരുടെ ആത്മവിശ്വാസം. ബൈബിളിലെ പഴയ നിയമത്തിൽ മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ സൈന്യം വിജയിച്ചതുപോലെ തങ്ങളുടെ അമ്മ മാധ്യസ്ഥം വഹിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് അവർ വിശ്വസിച്ചു. ഓരോ ജപമാല മണിയും ശത്രുപാളയത്തിലേക്ക് തൊടുത്തുവിടുന്ന അദൃശ്യമായ അമ്പുകളാണെന്ന് വിശ്വാസികൾ കരുതി. 1571 ഒക്ടോബർ 7 അതിരാവിലെ ഗ്രീസിലെ പാട്രാസ് ഉൾക്കടലിൽ വെച്ച് ഇരു സൈന്യങ്ങളും നേർക്കുനേർ വന്നു. ഓട്ടോമൻ സേനയ്ക്ക് 300ഓളം കപ്പലുകളും ക്രൈസ്തവ സഖ്യത്തിന് 200ഓളം കപ്പലുകളുമാണ് ഉണ്ടായിരുന്നത്. കാറ്റിന്റെ ദിശ തുർക്കികൾക്ക് അനുകൂലമായിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ ക്രൈസ്തവ സേന വലിയ വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ ചരിത്രരേഖകൾ പ്രകാരം ഉച്ചയോടുകൂടി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം സംഭവിച്ചു. പെട്ടെന്ന് കാറ്റിന്റെ ദിശ മാറി. ക്രൈസ്തവ കപ്പലുകൾക്ക് അനുകൂലമായി കാറ്റ് വീശാൻ തുടങ്ങിയതോടെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കപ്പലുകൾക്ക് നിയന്ത്രണം പോയി. ഈ സമയം ഡോൺ ജുവാൻ തന്റെ കപ്പലിന്റെ മുകളിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. യുദ്ധകളത്തിൽ ക്രൈസ്തവ സൈനികർ ഒരേ സ്വരത്തിൽ ദൈവമാതാവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഓട്ടോമൻ സേനയുടെ കമാൻഡർ അലി പാഷ കൊല്ലപ്പെടുകയും അവരുടെ സൈന്യം ചിതറിപ്പോവുകയും ചെയ്തു. ആധുനിക ചരിത്രകാരന്മാർ ഇതിനെ കാറ്റിന്റെ മാറ്റമെന്ന് വിളിക്കുമ്പോൾ വിശ്വാസികൾ ഇതിനെ വിളിക്കുന്നത് ജപമാലയുടെ അത്ഭുതമെന്നാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ ഏകദേശം 15,000ഓളം അടിമകളായി കൊണ്ടുവന്ന ക്രൈസ്തവരെയും ക്രൈസ്തവ സഖ്യം രക്ഷിക്കുകയുണ്ടായി. യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് വത്തിക്കാനിലിരുന്ന പിയൂസ് അഞ്ചാമൻ പാപ്പയ്ക്ക് ഒരു സ്വർഗീയ ദർശനമുണ്ടായി. അദ്ദേഹം തന്റെ ജോലി നിർത്തിവെച്ച് ജനാലയ്ക്കൽ പോയി നിന്ന് ആകാശത്തേക്ക് നോക്കി. പെട്ടെന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ഇപ്പോൾ കർത്താവിന് നന്ദി പറയുക, നമ്മുടെ സൈന്യം വിജയിച്ചിരിക്കുന്നു. ആ വാർത്ത റോമിൽ ഔദ്യോഗികമായി എത്തുവാൻ ആഴ്ചകളോളം എടുത്തു. പക്ഷേ പ്രാർത്ഥനയുടെ ശക്തിയാൽ പാപ്പ ആ വിജയം നേരത്തെ അറിഞ്ഞിരുന്നു. ഈ വിജയത്തിന്റെ നന്ദി സൂചകമായി ഒക്ടോബർ 7 വിജയത്തിന്റെ മാതാവിന്റെ തിരുനാളായി പാപ്പ പ്രഖ്യാപിച്ചു. പിൽക്കാലത്ത് ഇത് പരിശുദ്ധ ജപമാലയുടെ തിരുനാളായി മാറി. ജപമാല ചൊല്ലുന്നവർക്ക് ഏതു കൊടുങ്കാറ്റിനെയും ശാന്തമാക്കുവാൻ കഴിയുമെന്ന് ഈ വിജയം അന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്തു. ലപ്പാൻഡോ യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ 3 വലിയ സത്യങ്ങളാണ്. രാഷ്ട്രീയമായോ സൈനികമായോ നമ്മൾ എത്ര ശക്തരായാലും അന്തിമ വിജയം ദൈവത്തിന്റെ കൈകളിലാണ്. സുഭാഷിതങ്ങൾ 21:31. യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, പക്ഷേ വിജയം നൽകുന്നത് കർത്താവാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയെ കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിക്കുവാൻ മാതാവിന്റെ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. ലപ്പാൻഡോയിൽ സംഭവിച്ചതും അതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ബലഹീനമാകുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥ്യം അതിന് ശക്തി നൽകുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകും എന്ന വചനം ലപ്പാൻഡോയിൽ അന്വർത്ഥമായി. ഒരു ലോകം മുഴുവൻ ജപമാലയുമായി ഒന്നിച്ചപ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
ലെപ്പാൻഡോയിലെ വിജയം ക്രൈസ്തവ ലോകത്തിന് നൽകിയ ഉണർവ് ചെറുതല്ല. അത് കേവലം ഒരു ചരിത്രമല്ല, മറിച്ച് ഓരോ ക്രിസ്ത്യാനിയുടെയും ആത്മവീര്യമാണ്. ജപമാല എന്നത് വിരലുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന വെറും ഒരു മാലയല്ല, അത് സ്വർഗത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു ചങ്ങലയാണ്. പിശാചിന്റെ ശക്തികളെ ബന്ധിക്കുവാനും ദൈവിക സമാധാനം ഭൂമിയിൽ സ്ഥാപിക്കുവാനും ആ ചങ്ങലയ്ക്ക് കഴിയുമെന്നും ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലെപ്പാൻഡോയിലെ ആ വലിയ സമുദ്ര യുദ്ധത്തിൽ കാറ്റിന്റെ ദിശ മാറ്റിയ ദൈവം ആത്മവിശ്വാസത്തോടെ ജപമാല മുറുകെ പിടിക്കുന്നവരുടെ ജീവിതത്തിലെ പ്രതികൂല കാറ്റുകളെ മാറ്റുവാൻ ശക്തനാണ്. സമാധാനത്തിന്റെ രാജാവായ ക്രിസ്തുവും വിജയത്തിന്റെ രാജ്ഞിയായ മറിയവും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മെ തോൽപ്പിക്കാനാവില്ല എന്ന ചരിത്രപാഠം ലെപ്പാൻഡോ യുദ്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.